ക്രിസ്തീയ ദർശനം വാർത്താപത്രത്തിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. 2025 ഫീബ കോൺഫറൻസ് ഹ്യൂസ്റ്റണിൽ നടക്കുന്ന വേദിയിൽ നിന്ന് ഈ പ്രദേശത്തെ ദീർഘവർഷത്തെ പ്രവാസിയും അമേരിക്കൻ കോൺഫറൻസുകളുടെ ആദ്യകാല പ്രവർത്തകനുമായ ബ്രദർ PT ഫിലിപ്പുമായി ഒരു അഭിമുഖത്തിൽ ഞങ്ങൾ ഏർപ്പെടുകയാണ്. തൻ്റെ ഈ രംഗത്തെ കഴിഞ്ഞകാല അനുഭവങ്ങൾ വിവരിക്കുന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ ക്രിസ്തീയ ദർശന പ്രേക്ഷകരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്നോടൊപ്പം PT ഫിലിപ്പ് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്തീയ ദർശനത്തിൻ്റെ അമേരിക്കൻ പ്രതിനിധി മോഹൻ MOയും എന്നോടൊപ്പം ചേരുകയാണ്. PT ഫിലിപ്പിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടി ആരംഭിക്കുന്നു. എങ്കിൽ ഏതാണ്ട് 50 വർഷത്തെ പ്രവാസം അമേരിക്കയോടുള്ള ബന്ധത്തിൽ അങ്ങേക്കുണ്ട്. ആദ്യകാല ബ്രദറൻ സഭകളുടെ രൂപീകരണവും അതോടൊപ്പം തന്നെ കോൺഫറൻസുകളുടെ ആവിർഭാവത്തെ സംബന്ധിച്ച് ഒന്ന് ചുരുക്കി പറയാം. ഞാൻ ഇവിടെ അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലാണ് ആദ്യമായിട്ട് വരുന്നത്. 73 വന്നു. എൻ്റെ ഭാര്യ 71 മുതൽ വരുന്നത്. അപ്പോൾ ഞാൻ അമേരിക്കയിൽ വരുമ്പോൾ അല്ല എൻ്റെ ഭാര്യ വരുമ്പോൾ ഇവിടെ ആകെപ്പാടെ 4-5 കുടുംബങ്ങളായിരുന്നു. അതായത് അല്ലെങ്കിൽ 10 ഫാമിലി കൂടുതലില്ല, മലയാളികൾ തന്നെ. മൊത്തത്തിൽ അമേരിക്കയിൽ മൊത്തത്തിൽ ഹ്യൂസ്റ്റണിൽ, അമേരിക്കയിലല്ല ഹ്യൂസ്റ്റണിൽ. അപ്പോൾ ഇവിടെ അന്ന് 4-5 കുടുംബങ്ങളുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഒരു എക്യൂമെനിക്കൽ പ്രയർ ഗ്രൂപ്പായിരുന്നു ഉണ്ടായിരുന്നു. അന്ന് മാർത്തോമാ സഹോദരന്മാരുണ്ട്, അല്ലെങ്കിൽ യാക്കോബായ സഭയിൽപ്പെട്ടവരുണ്ടായിരുന്നു. അങ്ങനെ കൂടി വന്നു 1974. അത് 75 വരെ, അത് 75 അവസാനം വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം മലയാള സഹോദരന്മാർ അല്ലെങ്കിൽ വിവിധ സഭാ വിഭാഗത്തിൽപ്പെട്ടവർ വരാൻ തുടങ്ങിയതോടുകൂടി എണ്ണം വർദ്ധിച്ചു. പിന്നെ അവരവരുടെ സഭകൾ അങ്ങനെ തുടങ്ങി കൂടി വരവ്. അപ്പം ഞങ്ങളെ സണ്ണി എഴുമറ്റൂർ, ഞാൻ, പിന്നെ എൻ്റെ എൻ്റെ വൈഫിൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഹസ്ബൻഡ് അവർ ഉണ്ടായിരുന്നു. അവർ കുവൈറ്റിൽ നിന്ന് വന്നു. ജോൺ T. ജോർജ്, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ഒരു ഏബ്രഹാം വർഗീസ്. അങ്ങനെ 4 കുടുംബങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനായോഗമായിട്ട്. പിന്നെ അങ്ങനെ ഞായറാഴ്ച ആരാധനയ്ക്ക് കൂടി വന്നത്. പക്ഷെ അന്ന് കർത്തൃമേശയില്ലായിരുന്നു. അത് 75 ആദ്യത്തോടുകൂടി ഞങ്ങളത് തുടങ്ങി. അതാണ് ഇന്ത്യൻ ബ്രദറൻ അസംബ്ലി. അതാണ് ആദ്യത്തെ ഈസ്റ്ററിൽ. അന്നേരം തന്നെ ഡാളസിലും ന്യൂയോർക്കിലും ആ സമയത്ത് അസംബ്ലീസ് ഉണ്ട്, ഷിക്കാഗോയിലും ഉണ്ട്. ആദ്യ പ്രാരംഭകാല വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റുകളിലെ പ്രാരംഭകാല ബ്രദറൻ പൈനിയേഴ്സിന്റെ പേരുകൾ ഓർക്കുന്നുണ്ട്. ന്യൂയോർക്കിൽ ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് MS മാത്യു, മട്ടക്കൽ. MS മാത്യു സഹോദരൻ. ഡാളസിൽ KC മത്തായി. പിന്നെ ഇവിടെ സണ്ണി എഴുന്നേറ്റു. പിന്നെ ഞങ്ങളെല്ലാവരും ബ്രദറൻ വിശ്വാസത്തിൽ മറ്റ് അനേക സമുദായ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ബ്രദറൻ വിശ്വാസത്തിൽ തന്നെ ഉള്ള കൂടുതലുകൾ വേണം എന്ന് നിഷ്കർഷിക്കുകയും ആ നിലയിൽ നിങ്ങൾ തുടരുകയും ചെയ്തു എന്നുള്ളത് അഭിമാനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം അമേരിക്കയിലെ മറ്റ് സ്റ്റേറ്റുകളിലെ ബ്രദറൻ സമൂഹത്തിൻ്റെ വളർച്ച എങ്ങനെയാണ്? കേരളത്തിലെന്ന പോലെ അല്ല ഇന്ത്യയിലെന്നതുപോലെ നമ്മുടെ സമൂഹത്തിലേക്ക് അങ്ങനെ ആരും അധികം വരാൻ ആകർഷിക്കപ്പെട്ടു വരുന്നു. അത് ഹ്യൂസ്റ്റണിലോ അല്ലെങ്കിൽ ഡാളസിലോ ഷിക്കാഗോയിലോ ന്യൂയോർക്കിലോ എല്ലായിടത്തും അത് വരുന്നു. എനിക്കിപ്പം മക്കള് 3 പേരുണ്ട്. അവരുടെ കുടുംബങ്ങൾ അവരൊക്കെ ബ്രദറൻ സമൂഹത്തിൽ തന്നെയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരല്ലാതെ മറ്റ് രക്ഷിക്കപ്പെട്ട ആരെങ്കിലും നമ്മുടെ സഭാ വിഭാഗത്തിലേക്ക് വന്നവരായിട്ട് അങ്ങനെ അധികം പേരില്ല. അപ്പോൾ ചിലയിടത്തൊക്കെ കാണുമായിരിക്കും. അത്രയും സുവിശേഷ പ്രവർത്തനങ്ങൾ മുഖാന്തരം രക്ഷയിലേക്ക് വരുന്ന ഒരു അനുഭവം കേരളത്തിലെ പോലെ ഇവിടെ ചുരുക്കമാണ്. അതിന് പ്രധാനമായിട്ടും എന്തെങ്കിലും കാരണങ്ങളുണ്ട്? ഒന്നാമത് ഇവിടെ അമേരിക്കയിൽ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുമ്പോൾ
നമുക്ക് ഇവിടെ നാട്ടിൽ ചെയ്യുന്ന പോലെ ഇപ്പോൾ നാട്ടിലൊരു റെസ്ട്രിക്ഷൻ കൊണ്ട് ഈ വെളിയിൽ പോയി പരസ്യയോഗം അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യമല്ല. അല്ല, പിന്നെ ആകെപ്പാട് ചെയ്യാൻ ഞങ്ങളുടെ അസംബ്ലി ചെയ്യുന്നത് പലപ്പോഴും ചെയ്തിട്ടുള്ളത് ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ. അവരുടെ വീടുകളിൽ പോയി അവരുടെ മെയിൽ ബോക്സിലിടുക, അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ ഒട്ടിച്ച് വയ്ക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അത് ആ പ്രവർത്തനം മൂലം അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട്, ചിലരൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ അങ്ങനെ വലിയൊരു ഫലപ്രദമായിട്ട് കണ്ടിട്ടില്ല. അമേരിക്കയിൽ ഈ കോൺഫറൻസുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആദ്യത്തെ ഒരു കോൺഫറൻസ് ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് ഒഹായോ കോൺഫറൻസ് ആണ്. അതായിരുന്നു ആദ്യമായിട്ട് ആരംഭിച്ചത്. ഒഹായോ കോൺഫറൻസ് തന്നെയാണ് ഇന്നത് IPF എന്ന് പറയും. അത് ആദ്യമായിട്ട് അവർ തുടങ്ങിയത് പെൻസിൽവാനിയയിലാണ്. പിന്നെ ഒഹായോയിലോട്ട് മൗണ്ട് വെർണൻ, അതായത് കൊളംബസിനടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ദീർഘവർഷങ്ങൾ. പിന്നെ ടെന്നീസ് സ്റ്റാറ്റിന് ഞാൻ പല കോൺഫറൻസിൽ പോയിട്ടുണ്ട് കുടുംബമായിട്ട്. ചാറ്റനൂഗ, പിന്നെ ഇന്ത്യാന, ഇപ്പോഴും ഇന്ത്യാനയിലാണ്. അതാണ് ഇവിടുത്തെ അമേരിക്കയിലെ ആദ്യത്തെ കോൺഫറൻസ്. ഈ ഒഹായോ കോൺഫറൻസിന് ശേഷം രൂപപ്പെട്ടു വന്ന സൗത്ത് വെസ്റ്റ് കോൺഫറൻസ്, അതുപോലെ ഫീബ കോൺഫറൻസ്, അതൊക്കെ രൂപപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ സൗത്ത് വെസ്റ്റ് കോൺഫറൻസിൻ്റെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ആളാണ്, പ്രവർത്തകനാണ്. അതുപോലെ മോഹനും അതിനകത്ത് കമ്മിറ്റിയിലൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ അത് 86ലാണ്. അപ്പം ഹ്യൂസ്റ്റണിലും ഡാളസിലും ഉള്ള സഹോദരന്മാർ ഇത് സഭകളുടെ നടത്തുന്ന ഒരു കോൺഫറൻസാണ്. അന്നത് ടെക്സാസ് ബ്രദറൻ കോൺഫറൻസ് എന്ന് അറിയപ്പെട്ടു. അങ്ങനെ ആയപ്പോഴാണ് ഒക്ലഹോമ സിറ്റിയിൽ സഭ ഉണ്ടാകുന്നത്. പിന്നെ കമ്മിറ്റി തീരുമാനിച്ച് പ്രാർത്ഥനാപൂർവ്വം ഈ ടെക്സാസ് കോൺഫറൻസ് എന്നുള്ളത് സൗത്ത് വെസ്റ്റ് കോൺഫറൻസ് എന്നുള്ള പേര് ഞങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ ഇപ്പം ഞങ്ങൾ എല്ലായിടത്തും കൂടെ ഹ്യൂസ്റ്റണിലും ഡാളസിലും ഒക്ലഹോമയിലുമുള്ള സഭകൾ ചേർന്ന് അവർ സഭകൾ അയക്കുന്ന മെമ്പേഴ്സ്, അതായത് കമ്മിറ്റി മെമ്പേഴ്സ്, അവരാണ് ഇതിൻ്റെ ചുമതല വഹിക്കുന്നത്. ഫിബ കോൺഫറൻസിന്റെ ആവിർഭാവത്തെ സംബന്ധിച്ച് അതിന്റെ ഒരു പ്രാരംഭകാല പ്രവർത്തകനാണ് PT കുരിക്കോച്ചാൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഫിബയുടെ പ്രവർത്തനം ആദ്യം തന്നെ ഉണ്ട്. KM ജോണിച്ചാൻ എന്ന് പറയുന്ന ആള് ആദ്യ കാലങ്ങളിലും ജോണിച്ചാനും ഉണ്ടായിരുന്നു. ഒരവസരത്തിൽ ഫിബയ്ക്ക് വളരെ ആക്റ്റീവായിട്ട് എല്ലാവരും പ്രവർത്തിച്ചിരുന്നു. പിന്നെ ഫിബയെ സംബന്ധിച്ച് ഫിബ കുറച്ചുകൂടെ ഫാമിലി ഓറിയന്റഡ്, ഫാമിലി ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വ്യാപകമായ കുറച്ചുകൂടെ ജനകീയം എന്ന് പറയാം. കുറച്ചുകൂടെ ജനകീയം. ഈ ഫിബ കോൺഫറൻസ് ആരംഭിച്ചിട്ട് 20 വർഷമാകുന്നു. ഈ 20 വർഷത്തിൽ ഫിബ കോൺഫറൻസിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. എന്തുകൊണ്ട് വൈ പീപ്പിൾ ലീവിങ് അവർ അസംബ്ലി? അതൊരു ഡിസ്കഷൻ മാറ്ററാണ്. അതിന്റെ പ്രസക്തി ഉണ്ടോ? എന്താണ് അതിന്റെ കാര്യം? ഇപ്പൊ തന്നെ നമ്മൾ ഈ പാനൽ ഡിസ്കഷനിൽ അത് എൻ്റെ ഓർമ്മയായത് കാലം മുതൽ ഇതേ വിഷയം പാനൽ ഡിസ്കഷന് വരുന്ന ചോദ്യം മൂപ്പന്മാരെ സംബന്ധിച്ചാണ്. മൂപ്പന്റെ യോഗ്യതകളുണ്ട്. അതാണ് ഇത് കേട്ട് ആക്ച്വലി ഒരു സമൂഹത്തിന്റെ സത്യം പറയാനുണ്ട്. സംടൈംസ് ഐ തിങ്ക് ഡോണ്ട് വി ഹാവ് എനി അതർ ക്വസ്റ്റ്യൻസ്. മൂപ്പന്മാരുടെ ക്വാളിഫിക്കേഷനൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനൊന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എന്തെല്ലാം പാനൽ ഡിസ്കഷൻ നടത്തിയാലും ഏറെക്കുറെ ഇതുപോലൊക്കെ പോകും. വലിയ വ്യത്യാസങ്ങൾ വരില്ല. പിന്നെ ചിലർ ദൈവം ആക്കി വയ്ക്കുന്ന മൂപ്പന്മാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവർ സഭകളിൽ അതിൻ്റെ നന്മകൾ അവരനുഭവിക്കുന്നുണ്ട്. ഈ തീം അല്ലെങ്കിൽ ഈ പ്രശ്നം ഡിസ്കസ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ഒരു ചിന്തയുണ്ട്. ഞാനത് ഒന്ന് പങ്കുവെക്കുകയാണ്. ഇപ്പം ഈ സഭകൾ വിട്ടുപോകുന്ന ഒരു പ്രവണതയുടെ മാതൃക സത്യത്തിൽ കണ്ടുപഠിച്ചത് പിതാക്കന്മാരിൽ തന്നെ, യുവാക്കന്മാർ തന്നെ തുടങ്ങിയൊരു പരിപാടിയാണല്ലോ. അപ്പോൾ ഇവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ സഭ വിട്ടു പോകുക എന്ന് പറയുമ്പോൾ അവർ കോളേജ് ഗ്രാജുവേറ്റ് ചെയ്യുന്നതുവരെ അല്ലെങ്കിൽ വിവാഹിതരാകുന്നത് വരെ നമ്മുടെ കൂടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് അവരുടെ സ്പൗസ്, പിന്നെ ഭർത്താവ്, ഭാര്യ, അവരുമായിട്ട് ചിന്തിച്ച് ഒരുപക്ഷെ ഭാഷാ പ്രശ്നമായിരിക്കാം,
കൾച്ചറൽ ഡിഫറൻസ് ആയിരിക്കാം. ഇപ്പോൾ ഇവിടെ ജനിച്ചു വളർന്ന മോഹൻ്റെ എൻ്റെ കുട്ടികളോടൊക്കെ മുന്നേ ഇരുന്ന് ഇപ്പൊ നമ്മൾ പഴയ പാട്ടുകൾ പാടിയാലേ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് മനസ്സിലാകത്തില്ല. അവർക്ക് അതുകൊണ്ട് അങ്ങനെ ആ ഡിഫറൻസുകൊണ്ടൊക്കെ അവർ പോകുന്ന. അതോ ഈ പിന്നെ യുവാക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് പിന്നെ സഭകളിലെ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ്മെന്റ് കുറഞ്ഞു പോയതാണ് എന്നതിലാണ്. ആക്ച്വലി അങ്ങനെയും ഉണ്ട്, അതുമുണ്ട്. കാരണം നമ്മളെല്ലാവരും കേരളത്തിൽ നിന്ന് വന്നതല്ലേ, അപ്പൊ ആ ഒരു അതുണ്ട്. ഒരു പ്രാദേശിക സഭയുടെ മൂപ്പൻ എന്നുള്ളതെങ്കിൽ ദീർഘവർഷങ്ങളുടെ പരിചയമുള്ള പിന്നെ കുഞ്ചാന് അതിനൊരു റെമഡി താങ്കളുടെ ചർച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഞങ്ങളുടെ ചർച്ചിൽ ഞാനും ഓവർ സെറ്റിൽപ്പെട്ട ഒരാളാണ്. ഞങ്ങളെ സംബന്ധിച്ച് കൂടുതലും അവരെ അവരെ കൂടുതൽ ഇൻവോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികൾ പോകുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്തും ചില പോരായ്മകളൊക്കെ ഉണ്ട്. അതായത് എൽഡേഴ്സിനെ അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ട്, അവരാ രീതിയിൽ പോകുന്നവരും ഒക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു എൽഡേഴ്സിന്റെ പണ്ട് വന്ന എൽഡേഴ്സിന്റെ വിദ്യാഭ്യാസ യോഗ്യത കുറവും ഇപ്പോഴത്തെ ആളുകളുടെ വിദ്യാഭ്യാസ യോഗ്യത കൂടുതൽ, അതൊക്കെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ഒരു പ്രശ്നം അങ്ങനെ കാണുന്നില്ല. വിദ്യാഭ്യാസം പൊതുവെ എല്ലാവർക്കും ഉണ്ടല്ലോ. വിദ്യാഭ്യാസം ഒരു കാരണം നമ്മുടെ കുട്ടികൾക്ക് തന്നെ അറിയാം പിതാക്കന്മാരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. എന്തോ നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പം വളർന്നു വരുന്ന ജനറേഷന് ഈ 2-3 മണിക്കൂറൊന്നും നോബടി സ്പെൻഡ് ചെയ്യാനുള്ള അവർക്ക് നമ്മുടെ ആരാധനയുടെ സമയത്തിന്റെ കുറവ് വരുത്തുന്ന സംഭവം. ഇപ്പൊ ഇംഗ്ലീഷ് അസംബ്ലിയിലൊക്കെ എന്ന് പറഞ്ഞാൽ എവറിഥിങ് 1 hour അങ്ങനെ കൂടുതലും നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേര് അങ്ങോട്ട് പോകും. നമ്മുടെ ആരാധനയ്ക്ക് പിന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിന്റെ ബാഹുല്യം ഒരുപക്ഷെ ഇറിറ്റേറ്റഡ് ആക്കാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട് എന്ന് പറയാം. പൊതുവേ നമുക്ക് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പിന്നെ കൊല്ലന്റെ എന്ന് പറഞ്ഞ പോലെ രണ്ട് ഭാഗത്തും വിട്ടുവീഴ്ചകൾ ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ഈ പുതിയ തലമുറയോടും പിന്നെ അമേരിക്കൻ സഭകളോടും ഒക്കെ ഉള്ള ഒരു പിന്നെ അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാട് ഒന്ന് വിശദീകരിക്കണം. എന്തായിരിക്കണം ഭാവിയിൽ? ഇവിടുത്തെ മലയാള അസംബ്ലികൾ ഇപ്പം ഞാൻ വന്ന കാലം തൊട്ട് എനിക്ക് ഇംഗ്ലീഷ് ഭാഷയിലോ അല്ലെങ്കിൽ അതിനൊക്കെ എനിക്ക് കമ്മ്യൂണിക്കേഷനുള്ള ദൈവഗ്രഹം തന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. എനിക്ക് വേണമെങ്കിൽ ഒരു ഇംഗ്ലീഷ് അസംബ്ലി നേരത്തെ തൊട്ട് പോകാമായിരുന്നു. എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരുന്ന സഭ, അപ്പോൾ അതോടുകൂടി നമ്മുടെ സഹോദരി സഹോദരന്മാരോട് ചേർന്ന് മുന്നോട്ട് പോകണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ധാരാളം പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാകും. അത് ബ്രദറൻ സമൂഹത്തിൽ ഉണ്ടാകും. അപ്പോൾ എന്നും ഞാൻ വളരെ സന്തോഷവാനായിട്ട് തോന്നുന്നു. ഈ നാട്ടിൽ നമ്മൾ പൊതുവെ നമ്മുടെ ഇടയിലെ ആളുകൾ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അടുത്തൊരു 10 വർഷത്തിനകം പ്രധാന സഭകളെല്ലാം നശിച്ചു പോകും, ഇല്ലാതെയാകും എന്നൊക്കെ പറയാം. അത്തരം എന്തെങ്കിലും ആശങ്ക ചില ഹൃദയത്തിലുണ്ടോ? ഇത് ഒരിക്കലും ബ്രദറൻ സഭയൊന്നും നിന്ന് പോകില്ല. നമ്മൾ ഭർത്താവ് വരുന്നവരെ ആരംഭിച്ചാണല്ലോ അതിവിടെ തന്നെ കാണും. പക്ഷേ നമ്മുടെ ബ്രദറൻ സഭകളിലെ വലിയൊരു ജനസംഖ്യ ആൾക്കൂട്ടം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ എവിടെയാണെങ്കിലും അത് ക്വാളിറ്റി അതുണ്ടാവും, സഭകൾ ഉണ്ടാവും. അതിന് സംശയം. ചിലർ പറയും ഇത് ചില ആനുകാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, ഇത് വംശനാശം, പോലെ ഇത് വംശനാശം, അതൊക്കെ അങ്ങനെയുള്ള അങ്ങനെയുണ്ട്. പിന്നെ നേരത്തെ ബ്രദർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ പിതാക്കന്മാർ അനേക അനുഗ്രഹീത ദേവദാസന്മാരുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഓർമ്മയ കാലം തൊട്ട് നല്ല പ്രോബ്ലം ഉണ്ടാക്കുന്ന അപ്പച്ചന്മാരും ഉണ്ടായിരുന്നു. അപ്പച്ചന്മാരുടെ മക്കളൊക്കെയാണ് ഇപ്പോഴും പ്രോബ്ലം. അല്ലല്ല, അങ്ങനെയാ പറയുന്നത്, അങ്ങനെയാ. പക്ഷെ ഈ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന അതേ മാതൃകയൊക്കെ നല്ലതായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്കും നമുക്ക് മാതൃകയാക്കാൻ വയ്യാത്ത മാതൃകകൾ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞ്
നല്ലത് സ്വീകരിക്കാനായിട്ടുള്ള ഒരു പ്രായോഗികത ഈ തലമുറയ്ക്കുണ്ട്. അതുണ്ട്. എന്നിരുന്നാലും Yeah. നമ്മുടെ പിതാക്കന്മാരെ നമ്മൾ അങ്ങനെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഓക്കെ, വളരെ തിരക്കിനിടയിലും ക്രിസ്തീയ ദർശനത്തിന്റെ വാർത്താപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിന് PT ഫിലിപ്പ് സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. തന്റെ വീക്ഷണങ്ങൾ നാം കേട്ടല്ലോ. കർത്താവ് ആരംഭിച്ചതാണ് വേർപെട്ട ദൈവജനത്തിന്റെ മധ്യത്തിലെ കൂടിവരവുകൾ. ദൈവം ആരംഭിച്ച പ്രസ്ഥാനങ്ങളൊന്നും അവസാനിക്കില്ല. വേർപാട് സമയം കർത്താവിന്റെ വരവോളം തുടരും. കർത്താവ് വരുമ്പോൾ കർത്താവിനോടൊപ്പം എടുക്കപ്പെടും. അനുഗ്രഹീതമായ ചിന്തകൾ നൽകിയ PT ഫിലിപ്പിനോട് നന്ദി പറയുന്നു. ക്രിസ്തീയ ദർശനം വാർത്താപത്രത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയംഗമായ നന്ദി പറഞ്ഞുകൊണ്ട് ഹൂസ്റ്റണിൽ നിന്നും ക്രിസ്തീയ ദർശനത്തിനു വേണ്ടി സജി ജോൺ, MO മോഹൻ. താങ്ക് യു.